യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. 128 സങ്കീർത്തനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ മന്ദബുദ്ധികളെ അവിടുന്ന് പ്രകാശിപ്പിച്ച് തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ അപേക്ഷ കേൾക്കണമേ. ആമേൻ. സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയാണ്. തുടർച്ചയായി നാം ചിന്തിക്കുന്ന ഈ ചിന്തകൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ആ കീർത്തനം ഒരു മനുഷ്യന്റെ ഭാഗ്യം എന്താണെന്ന് പറയുന്നു. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എന്താണ് ഭാഗ്യം, എന്താണ് നന്മ എന്ന് വിവരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഒരു മനുഷ്യന്റെ ഭാഗ്യം? 2, എങ്ങനെ ഈ ഭാഗ്യം കരസ്ഥമാക്കാം? പൊതുവെ ഭാഗ്യം എന്ന് പറയുന്നതിന് അധ്വാനമില്ല. ഭാഗ്യക്കുറി, അധ്വാനിക്കാതെ കാശുണ്ടാക്കുന്ന മാർഗമാണല്ലോ ഭാഗ്യക്കുറി. അത് പല നിലയിലുള്ള ഭാഗ്യക്കുറികളുണ്ടല്ലോ. അതിനെതിരെ പല കാര്യങ്ങളും, കേസുകളൊക്കെ ഇവിടെ നടന്നു, വീണ്ടും അത് നടക്കുന്നുണ്ട്. 10 രൂപ മുടക്കി 10 കോടി സമ്പാദിക്കുന്ന പരിപാടി. അപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞ പൊതുവെ അലസന്മാരുടെ ഒരു പദമാണ് ഭാഗ്യം. അധ്വാനിക്കാതെ, ഉത്സാഹിക്കാതെ, മുതൽ മുടക്കാതെ വഴിയിൽ കിടന്ന് കിട്ടുന്ന സാധനമാണ് ഭാഗ്യം. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗ്യമില്ല. ഇവിടെ ആരംഭിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ആ ഭാഗ്യം കിട്ടണമെങ്കിൽ 2 കാര്യം ചെയ്യണം. അപ്പോ നമ്മുടെ ഭാഗ്യം നാം നേടണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ നന്മ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സന്തോഷം അത് ലോട്ടറി അടിക്കുകയല്ല, അത് നാം നേടണം. നാം ചെയ്യേണ്ടത് നാം ചെയ്യണമെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമുണ്ട്, അത് മറ്റൊരു വിഷയം. നീ ഭാഗ്യവാൻ എന്ന് ഈ പുസ്തകം പറയുമ്പോൾ ഒരു കുടുംബനാഥനോട് പറയുകയാണ്. പക്ഷെ അതിനകത്ത് നിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഉത്തരവാദിത്വങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു ഭാഗ്യം ബൈബിൾ തരുന്നില്ല. ഉത്തരവാദിത്വങ്ങളിലൂടെ ഉയർച്ച പ്രാപിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ വീക്ഷണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അപ്പൊ അധ്വാനവുമുണ്ട്, ദൈവാശ്രയവുമുണ്ട്. ചിലർക്ക് അധ്വാനമുണ്ട്, പക്ഷെ ദൈവാശ്രയമില്ല, ദൈവഭയമില്ല, ദൈവചിന്തയില്ല. അവർ ഹാർഡ് വർക്കിംഗ് ആണ്. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ ആ അധ്വാനം ഫലവത്താകത്തില്ല. അതിനകത്ത് വളരെ രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിലക്കുറഞ്ഞൊരു സാധനം നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്, ഉപ്പ്. അതില്ലാതെ പോയാൽ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല, അല്ലേ? ഇതുപോലെ വലിയ ബന്ധപ്പാടൊന്നും ഇല്ല ഇതൊക്കെ രുചികരമാക്കാൻ. ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഉപ്പ് ഇതിനകത്ത് ചേരണം. പക്ഷെ അതിന് വലിയ ചെലവില്ല. അപ്പൊ ആളുകൾ അധ്വാനിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ദൈവാശ്രയമില്ല. അതുകൊണ്ട് അത് ഒടുവി വരുമ്പോൾ ഒരു രുചിയില്ലാതെയായി പോകും. വേറൊരു കൂട്ടർ ദൈവാശ്രയമുണ്ട്, ദൈവഭയമൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ദൈവം 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 എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ മടിയന്മാരുണ്ട്. അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല, ബൈബിൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. കഠിനാധ്വാനം ചെയ്യണമെന്നാണ് വേദപുസ്തകം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകം വരെ അധ്വാനമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അധ്വാനിക്കുന്ന ഒരു കുടുംബനാഥനെയാണ് ഇവിടെ കാണിക്കുന്നത്. വേദപുസ്തകം അധ്വാനിക്കുന്നവരുടെ പുസ്തകമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. കയ്യും കെട്ടിയിരുന്ന് നീ തിന്നുന്നതാണ് നിന്റെ ഭാഗ്യമെന്ന് ഈ പുസ്തകത്തിൽ ഇല്ല. ഇത് നാം പ്രത്യേകം അറിയണം. സ്തോത്രം. അപ്പോ 1-ാമത്തെ ആ വാക്യം തന്നെ വളരെ മനോഹരമാണ്. നിന്റെ ഭാഗ്യം നീയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ദൈവമാണ് തരുന്നത്.
നീ അധ്വാനിക്കണം, നീ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അതായത് നീ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് മറ്റൊരാളുടെ അധ്വാന ഫലം ദൈവം നിനക്ക് തരില്ല. നീ കൂടുതൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ നോയിമ്പ് നോറ്റതുകൊണ്ടോ നേർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ടോ അയൽവക്കംകാരന്റെ സാധനം ദൈവം മോഷ്ടിച്ചെടുത്ത് നിനക്ക് കൊണ്ട് തരില്ല. അങ്ങനെയുള്ളൊരു ദൈവമല്ല ബൈബിളിലെ ദൈവം. ഒരു മോഷ്ടാവല്ല ദൈവം. ഒരു മനുഷ്യന്റെ സ്വത്തെടുത്ത് നിനക്ക് ദൈവം തരില്ല. വേറൊരാളുടെ അനുഗ്രഹം എടുത്ത് നിനക്ക് തരില്ല. നിനക്ക് തരാൻ ദൈവത്തിന്റെ പക്കലുണ്ട്. പക്ഷെ നീ അധ്വാനിക്കണം. അപ്പൊ നിന്റെ ആ തൊഴിലിനെ, ആ ഉള്ള കഴിവിനെ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുക. വേദപുസ്തകത്തിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. ഒരു ബാലകന്റെ കയ്യിലെ 5 അപ്പം യേശു എടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് 5000 പേർക്ക് കൊടുത്തെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ അതിന്റെ മൂലധനം എന്ന് പറയുന്നത് ആ ബാലകന്റെ കയ്യിലെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം കൊണ്ടല്ല അവിടെ അപ്പം ഉണ്ടാക്കിയത്. കുഞ്ഞിന്റെ കയ്യിലെ അപ്പം മേടിച്ചു വരിക. അപ്പൊ നമ്മുടെ അധ്വാനത്തെ നാം ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ താലന്തുകളെ നാം ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ കഴിവുകളെ നാം ദൈവത്തിന് സമർപ്പിക്കുക. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ചില ആളുകൾ പറയുന്നത് ദൈവം ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, പണിയെടുക്കണം. ഓക്കെ, പണിയെടുക്കാം. പക്ഷെ പണിയെടുക്കുന്നവരെല്ലാം വിജയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പണിയെടുക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഇതിന്റെ മുഴുവൻ ഉടമസ്ഥനും സൃഷ്ടാവും പരമാധികാരിയും ദൈവമാണ്. നീ പണിയെടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് തീർന്ന കഥ കഴിഞ്ഞേ. നമ്മളിവിടുന്ന് കയറുന്ന വണ്ടി കുഴിയിലേക്ക് പറഞ്ഞ കഥ കഴിഞ്ഞേ. അപ്പം നമ്മുടെ കഴിവ് ഒന്നും വലിയ ശക്തമല്ല, നമ്മുടെ സുരക്ഷിതമല്ലെന്നുള്ള കാര്യം അറിയുകയും പരമാധികാരിയായ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക. അപ്പൊ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന അവന് ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അധ്വാനശീലരല്ലേ, കഠിനാധ്വാനം ചെയ്യാതെ മറ്റുള്ളവരെ ആശ്രയിച്ചോ മറ്റുള്ളവരെ പറ്റിച്ചോ ലാഭം ഉണ്ടാക്കാമെന്നത്, അതിന് വേദപുസ്തകം അനുകൂലമല്ല. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട. നിങ്ങൾ ജോലി ചെയ്യണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഞാനതിനെ തിരിച്ചു പറയട്ടെ, നിന്റെ കൈകളുടെ അധ്വാന ഫലേ നീ തിന്നാവുള്ളൂ. നീ തിന്നുന്നതിനുള്ളത് നീ അധ്വാനിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ദൈവം അതിനാണ് കൂട്ടുനിൽക്കുകയുള്ളൂ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്നൊരു പ്രാർത്ഥന കീർത്തനത്തിൽ മറ്റൊരിടത്ത് കിടപ്പുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഉള്ള ഭൂമി, ഉള്ള വിദ്യാഭ്യാസം, ഉള്ള ജോലി, അതിനെ ദൈവത്തിന് സമർപ്പിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. അതിനകത്ത് വഞ്ചന ചെയ്യരുത്. അതിനകത്ത് നിനക്ക് ശമ്പളം തരുന്ന ആളെ ചതിക്കരുത്, പറ്റിക്കരുത്. ഏത് തൊഴിലിനും അതിൻ്റെതായ ഉത്തരവാദിത്വത്തോട് അധ്വാനിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം നിശ്ചയമായിട്ടുണ്ടാവും. ഈ പുസ്തകത്തിൽ ജോലി ചെയ്യുന്നവനെ ഒരു 2ാം തരക്കാരനായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജോലി ചെയ്യാത്തവനെ കഠിനമായിട്ട് ഈ പുസ്തകം ശാസിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ മനുഷ്യനോട് പറയുന്നത് തോട്ടത്തിൽ വേല ചെയ്യാനാണ്. അന്ന് ആദാമിന് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? എന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട് 100 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ? പക്ഷെ ആദാമിന് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു? ആർക്കറിയാം? ഈ ഭൂമി മുഴുവൻ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു. പക്ഷെ അദ്ദേഹവും അധ്വാനിക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. അധ്വാനിക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ പുസ്തകത്തിന്റെ പോക്ക്. ആകയാൽ മനുഷ്യൻ അധ്വാനിക്കണം, അപ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദൈവാനുഗ്രഹം അതിലേക്ക് ഒഴുകും. നിന്റെ അധ്വാനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വന്നാൽ അത് സമൃദ്ധിയായിത്തീരും, അത് നന്മയായിത്തീരും. നമ്മുടെ വിഷയം കുടുംബജീവിതമാണ്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത്, അഥവാ ഈ ഭാഗ്യം എന്ന് പറയുന്നത്, നിന്റെ തെങ്ങും തോട്ടം കഴിഞ്ഞ വർഷം 1000 തേങ്ങ തന്നു. ഈ വർഷം അത് 2000 അടുത്ത വർഷം അത് 5000 ആക്കാൻ ദൈവത്തിന് പറ്റും. അങ്ങനെ നിന്റെ നാളികേരം 5000 പക്ഷെ നിന്റെ ഭാര്യ അനുസരണം കെട്ടവളായെങ്കിൽ നിന്റെ 5000 തേങ്ങ കൊടുത്താലും ഭാര്യയെ ശരിയാക്കാൻ പറ്റില്ല. നിന്റെ റബ്ബറിന് വില 25 ആയിരുന്നത് 65 ഉയർന്നു 2005. ഓക്കെ, പക്ഷെ നിന്റെ മകൻ കള്ളൂടിയനായിപ്പോയി. അവൻ വഴിയെ കണ്ടൊരു പെൺകുട്ടിയും കൂട്ടി പോയി. അവൻ പഠിത്തം ഉഴപ്പിപ്പോയി. നിന്റെ റബ്ബർ ഷീറ്റിന് വില
105 മാറിയാലും നിന്റെ കൊച്ചിനെ ശരിയാക്കാൻ പറ്റില്ല. നോക്കൂ, ദൈവാനുഗ്രഹം അധ്വാനത്തിൽ മാത്രമല്ല, കൃഷിയിലും ഉദ്യോഗത്തിലും മാത്രമല്ല. ദൈവാനുഗ്രഹം ഭാര്യ, മക്കൾ, ഇതിലേക്കാണ് വരുന്നത്. യഥാർത്ഥത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യനിലാണ് ദൈവം വെച്ചിരിക്കുന്നത്, വസ്തുക്കളിലല്ല. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതവൻ്റെ മക്കളിൽ കാണാം, അതവൻ്റെ ഭാര്യയിൽ കാണാം. അപ്പം ദൈവം നിന്നെ ഒറ്റയ്ക്ക് അനുഗ്രഹിക്കുകയില്ല. ദൈവം നിന്നെ ഭാര്യയോട് കൂടെ അനുഗ്രഹിക്കുകയുള്ളൂ. ദൈവം നിന്നെ ഒറ്റയ്ക്ക് ഉയർത്തുകയില്ല. ദൈവം നിന്നെ മക്കളോട് കൂടെയാണ് ഉയർത്തുന്നത്. മനുഷ്യ, നിന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലാണ്. നിന്റെ സത്യസന്ധത, നിന്റെ വിശ്വസ്തത ദൈവം കണ്ടിട്ട് നിനക്ക് അനുഗ്രഹം തരുന്നത് നിന്റെ ഭാര്യയിലൂടെയും മക്കളിലൂടെയുമാണ്. ആകയാൽ നീ ദൈവത്തെ ഭയപ്പെടുക, അനുഗ്രഹിക്കപ്പെടുക. ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ നിലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പക്ഷേ അനുഗ്രഹത്തിൻ്റെ വഴി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. നിന്റെ ഭാര്യ, ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് ഇനി നിങ്ങൾ ശ്രദ്ധ തിരിക്കട്ടെ. ഭാര്യയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, ഇതിനകത്ത് ഭാര്യയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ വീട്ടിനകത്തായിരിക്കും. ഈ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വേദപുസ്തകത്തിൻ്റെ ശബ്ദം, അതിൻ്റെ സന്ദേശം ഒരു കാലഘട്ടത്തിലേക്കുള്ളതല്ല. മനുഷ്യൻ എന്നുണ്ടോ എവിടെയുണ്ടോ അവർക്കെല്ലാം ഉള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ഭാര്യ വീട്ടിൽ കാണണമെന്നാണ്. ഇതിനോട് പലപ്പോഴും ഇന്ന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ന് സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ സന്ദേശം ഞങ്ങൾക്ക് അല്പം തലവേദന ഉണ്ടാക്കും. സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് ഒരു കുറ്റമില്ല. പക്ഷെ സ്ത്രീയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം അവൾ കുടുംബിനിയായിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു സന്ദേശം പറയും, ഒരു ദൈവദാസൻ എന്ന നിലയിൽ പൊതുവായ ഒരു കാര്യം പറയുകയാണ്. ആരെയും കുറ്റം പറയാനല്ല ഈ പറയുന്നത്. അപ്പം നിങ്ങളുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു, നിങ്ങൾ നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ പിണങ്ങണ്ട, വിഷമിക്കണ്ട. ഇതാ എൻ്റെ ശരിയായ റൂട്ട് പറയാം. ഒന്നാമത്, നിങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെയുള്ള സമ്പാദ്യത്തിന് വേണ്ടിയുള്ള വലിയ പരക്കം പാച്ചിൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. 50 കൊല്ലമായിട്ടും രണ്ടായിട്ട് താമസിക്കുക. എന്തിന്? കാശുണ്ടാക്കാൻ. ക്ഷമിക്കണം. കഴിയുമെങ്കിൽ ഉള്ളതുകൊണ്ട് ജീവിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ നിങ്ങളുടെ അധ്വാനം ഒടുവിൽ നിങ്ങൾക്ക് വേദന ആയിട്ട് ഭവിക്കും. ഭാര്യ വീട്ടിനകത്ത്. വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്നത് ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തണമെന്നാണ്. ഈ സ്റ്റാൻഡേർഡ് ബൈബിൾ സ്റ്റാൻഡേർഡാണ്. ഭാര്യ ഭർത്താവിനെ പോറ്റി പുലർത്തുകയല്ല, ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തണം. ഇംഗ്ലീഷിൽ ചെറിഷ് ആൻഡ് നറിഷ്. മാനസികമായും ശാരീരികമായും അവളെ തൃപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഒരു ഭർത്താവിനുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഭാര്യ വീട്ടിനകത്താണ്. ഇന്നിപ്പോൾ പഞ്ചായത്ത് രാജൊക്കെ വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ധാരാളം സീറ്റുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പം വീട്ടുകാര്യം നോക്കാൻ നേരമില്ല, നാട്ടുകാര്യം നോക്കുന്ന ഒരു കാലമാണ് എന്ന് പറയുമ്പോൾ ആരും പിണങ്ങരുത്. പക്ഷെ നിങ്ങൾ നാട്ടുകാര്യം നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടുകാര്യം കുഴഞ്ഞെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വീട്ടമ്മയായിരിക്കും. നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിന്ദിക്കും. നിങ്ങൾ പഞ്ചായത്ത് ഭരിച്ചു എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ വീട്ടുകാര്യം നോക്കാതെ പഞ്ചായത്ത് ഭരിക്കാൻ പോകരുത്. നിങ്ങളൊരു നല്ല വീട്ടമ്മയായിരിക്കണം. നിങ്ങൾ ബൈബിളിലേക്ക് നോക്കൂ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് വീടടിക്കുകയോ വാരുകയോ ചെയ്യാതെ, കുഞ്ഞുങ്ങളെ സമയത്തിന് കുളിപ്പിക്കാതെ, വസ്ത്രം ധരിപ്പിക്കാതെ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നാട്ടുകാരെ അന്വേഷിച്ച് പോകുന്ന ധാരാളം ആളുകളെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കറിയാം. അവർ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നുമല്ല. അവരിങ്ങനെ കരക്കാര്യം അന്വേഷിക്കുക, മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കുക, അയൽവക്കത്തെ വീട്ടിലെ കാര്യം അന്വേഷിക്കുക. ആ വീട്ടിൽ കയറി ചെന്നാൽ അറിയാം, അവിടുത്തെ സ്ത്രീക്ക് ഒന്നിനും സമയമില്ല.
ഇത് ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിരുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നു എന്ന് ധരിക്കരുത്. ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ അവൾ വീട്ടിനകത്ത് കാണണം. വീട് നന്നായിരിക്കണമെങ്കിൽ സ്ത്രീ വീട്ടിലുണ്ടായിരിക്കണം. ഈ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റമൊന്നുമില്ല, പക്ഷെ ഇത് അവഗണിക്കരുത്. ഇവിടെയാണ് അതിന്റെ പ്രധാന പോയിന്റ്. ഇതൊക്കെ തലതിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഞാനിത് പറയുന്നത്, പക്ഷെ ബൈബിളിൽ മാറ്റമില്ല. ചില വർഷം കഴിയുമ്പോൾ മനുഷ്യർക്ക് ഇത് മനസ്സിലാവും. കർത്താവ് വരാൻ വൈകിയാൽ വീണ്ടും തിരിച്ചു വരും. തലതിരിഞ്ഞു ഇടത്തെല്ലാം കുഴച്ചിലാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ആളുകൾ ഇപ്പൊ പകർത്തുന്നത്. സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു, പുരുഷന്മാർ പുറകോട്ട് മാറി. വളരെ വളരെ കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ പറയാം. പ്രതിഷേധമുള്ളവർ കത്തയച്ചാൽ മതി, വിശദീകരണം തരാം. വിഷമമുള്ളവർ ഫോൺ വിളിച്ചോളൂ, അതിന് വിരോധമില്ല. സംഭവം ഇതിങ്ങനെയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ വീട്ടിനകത്ത്. അടുത്ത വാചകം നോക്കൂ. ഫലപ്രദമായ മുന്തിരിവള്ളി. ഈ സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് മുന്തിരിവള്ളിയോടാണ്. ആ മുന്തിരിവള്ളിയെ കായ ഉണ്ടാവുകയും ചെയ്യണം. അപ്പൊ നന്നായിട്ട് ബലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളി ആണ് ഭാര്യ. എന്താ അതിന്റെ അർത്ഥം? അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. മുന്തിരിവള്ളി ഒരിക്കലും തനിയെ നിൽക്കത്തില്ല. ഏതെങ്കിലും ഒരു സപ്പോർട്ട് അതിന് വേണം. മുന്തിരിവള്ളി തനിയെ മുകളിലേക്ക് പോയാൽ അതിന്റെ അന്ത്യമായിരിക്കും. എന്തെങ്കിലും ഒരു സപ്പോർട്ടിൽ അത് ചുറ്റിക്കേറി ഒരു പന്തൽ കൊടുത്ത് അതിൽ നിർത്തേണ്ടതാണ് മുന്തിരിവള്ളി. സ്ത്രീ എപ്പോഴും സ്ത്രീ സമത്വവാദം ഇന്നത്തെ ഒരു വലിയ പ്രശ്നത്തെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, സുവിശേഷകൻ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് സ്ത്രീക്ക് കുറവെന്ന ചോദ്യം ടെലിവിഷനിലൊക്കെ വരാറുണ്ട്. എവിടെയാണ് സ്ത്രീക്ക് കുറവ്? സ്ത്രീ വണ്ടി ഓടിക്കുന്നു, സ്ത്രീ പൈലറ്റ് ആവുന്നു, സ്ത്രീ ഡോക്ടർ ആവുന്നു, സ്ത്രീ പ്രസിഡന്റ് ആവുന്നു, പ്രധാനമന്ത്രി. എവിടെയാ കുറവ്? സ്ത്രീ ഒരിക്കലും പുരുഷന്റെ അടിമയല്ല. ഈ സംവാദമൊക്കെ ഇങ്ങനെ തകർത്തടിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഡ്രൈവറോ ആയത് 10 ലക്ഷത്തിൽ ഒരെണ്ണല്ലേ? അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കൂട്ട്. അതായത് കൈക്ക് 6 വിരലുള്ള മനുഷ്യരൊക്കെ ഉണ്ട്, 8 വിരലുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ ജന്മങ്ങളുണ്ട്. ചില സ്ത്രീകൾ ചില അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ പൊതുവെ എടുത്താൽ സ്ത്രീ അങ്ങനെയൊന്നും കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരപ്രകൃതി അല്ല കാണുന്നത്. 100 കിലോ ചാക്ക്, പഞ്ചസാര ചാക്ക് ചുമക്കുന്ന ഒരു ചുവട്ടുതൊഴിലാളിയുടെ ആ നിലവാരത്തിലേക്ക് ഒരു സ്ത്രീയെ നമുക്ക് ഉപമിക്കാനോ ഊഹിക്കാനോ പറ്റത്തില്ല. സ്ത്രീയെ കുറച്ചുകൂടെ ദൈവം വേറൊരു ശരീരപ്രകൃതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് വളരെ പോകാതെ തിരിച്ചു വന്ന് വിഷയത്തിൽ വരട്ടെ. മുന്തിരിവള്ളി ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, നിൽക്കില്ല. സ്ത്രീ സ്വതന്ത്രയാകണം എന്ന ആശയം തെറ്റാണ്. സ്ത്രീ ഒരു പുരുഷനോട് കൂടെയാണ് ഫലവത്താകത്തുള്ളൂ. സ്ത്രീ ഒറ്റയ്ക്ക് ഫലം തെളിയിക്കാമെന്ന ആശയം തലതിരിഞ്ഞ ആശയമാണ്. അത് നാശം ഉണ്ടാക്കും. തലതിരിഞ്ഞ കാര്യം ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കാലം കഴിയുമ്പോൾ അത് മനസ്സിലാവും. സ്ത്രീ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു സപ്പോർട്ടോടു കൂടിയാണ്. ഒരു പുരുഷന്റെ സപ്പോർട്ടോടുകൂടെ ഒരു സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാവും. ബൈബിളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ ആരാണ്? ഒരു ഭാര്യയായിരിക്കുന്ന സ്ത്രീ, ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ, നല്ല മക്കളെ ഭൂമിക്ക് കൊടുത്ത സ്ത്രീ, അവളാണ് അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ. നിശ്ചയമായിട്ടും ഒരു സ്ത്രീയെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നു. മുന്തിരിവള്ളി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. മുന്തിരിവള്ളിയുടെ ഫലം മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങ വാസ്തവത്തിൽ മധുരം മാത്രമല്ല, ലഹരിയുമുള്ളതാണ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഒരു സ്ത്രീ നിശ്ചയമായും അവളുടെ ഭർത്താവിന് മധുരവും ലഹരിയും കൊടുക്കുന്നവളാണ്. ഒരിക്കലും അവളെ മറക്കാനോ വിട്ടുപിരിയാനോ വെറുക്കാനോ കഴിയാത്ത വിധം മധുരവും ലഹരിയും അവളിൽ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. ആകർഷണത്വം, മധുരം, സ്നേഹം, ലഹരി ദൈവം തന്ന പ്രകൃതി ദത്തമാണ്, ദൈവദാനം. ഇതൊക്കെ അതെല്ലാം കളഞ്ഞ് വേറെ വഴിക്ക് തിരിയരുത്.
അശ്രദ്ധയാകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി സ്ത്രീത്വം നഷ്ടപ്പെടുത്തരുത്. സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീ ആയിരിക്കുമ്പോഴാണ്. സ്ത്രീ പുരുഷനാകുമ്പോൾ രണ്ടും കെട്ട ഒരു രൂപമാണ്. സ്ത്രീ പുരുഷ ശബ്ദത്തിൽ സംസാരിക്കുകയും സ്ത്രീ ഭരണരംഗത്ത് ഭരിക്കുന്ന പോലെ വീട്ടിൽ ഇടപെടുകയും അധികാരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീ വല്ല പുരുഷനുമല്ലാത്ത ഒരു പുതിയ ജന്മം അവർ സൃഷ്ടിക്കുന്നു. ഒരു വൃത്തികെട്ട രൂപമാണ്. ഭംഗിയാണ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒരു വൃത്തികെട്ട രൂപമാണ്. സ്ത്രീ സുന്ദരിയായിരിക്കുന്നത് സ്ത്രീ ആയിരിക്കുമ്പോഴാണ്, സ്ത്രീ പുരുഷനാകുമ്പോഴല്ല. ദൈവം വെച്ച